ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് എല്ലാവരും കണ്ടു കാണും. എന്തായാലും ലാലേട്ടൻ ഉറങ്ങി എഴുന്നേറ്റ് മുഖമെല്ലാം കഴുകി എനിക്ക് തോന്നുന്നു കുറച്ചു നേരം ഉറങ്ങിയിട്ടൊക്കെ ആയിരിക്കും വന്നത്. എന്നുവെച്ചാൽ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ എന്തോ തീരെ വയ്യാത്തത് പോലെയൊക്കെ നമുക്ക് തോന്നി. എന്തായാലും ആ വയ്യാത്ത കെട്ടൊക്കെ മാറി നല്ല ഫ്രഷ് ആയിട്ടാണ് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഒരുപാട് വ്യത്യാസം തോന്നി. വന്നതോ അനുമോൾക്കും അനീഷിനുമുള്ള നല്ല പടിയുമായിട്ടാണ് വന്നത്. നിലപാടില്ല ലാലേട്ടന് ഈ ഷോയിൽ നിലപാടില്ല എന്ന് ഞാൻ പറയാറുണ്ട്. ഇപ്പൊ എന്റെ മിക്ക വീഡിയോകളിൽ ഞാൻ പറയാറുണ്ട്. ആ നിലപാടില്ലായ്മ ഇന്നും തെളിയിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം. ഇന്നത്തെ എപ്പിസോഡില് പ്രധാനമായിട്ട് നമുക്ക് എടുത്തു പറയാനുള്ളത് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ എന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച നടന്ന വീക്കെൻഡ് എപ്പിസോഡിൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. ഷാനവാസിനെ ലാലേട്ടൻ എന്തിനാണ് വഴക്ക് പറഞ്ഞത്? ഏറ്റവും കൂടുതൽ വഴക്ക് പറഞ്ഞത് എന്തിനാണ്? നമ്മളെല്ലാരും കണ്ടതല്ലേ, വേറൊന്നുമല്ല. അവിടെ സംസാരിക്കുന്നതിനിടയിൽ കയറി ഒന്ന് സംസാരിച്ചോട്ടെ എന്ന് ചോദിച്ചതിനാണ് ആ പാവത്തിനെ വലിച്ചു കീറി ഒട്ടിച്ചത്. അതോ ഒരാളെ പറയാവുന്നതിന്റെ ലെവലൊക്കെ കടന്ന് ലാലേട്ടൻ അവിടെ പൊട്ടിത്തെറിക്കുന്നത് കണ്ടു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലാലേട്ടൻ പൊട്ടിത്തെറിക്കുന്നത് 3 പേർക്കെതിരെയാണ്. ഒന്ന് അനീഷ്, അനുമോള്, ഷാനവാസ്. ബാക്കിയുള്ളവരൊക്കെ എന്തോ പറഞ്ഞാലും ഒരു മയത്തിൽ അങ്ങ് പോകും. ലാലേട്ടൻ ഒന്ന് വിലയിരുത്തുക. അല്ലെങ്കിൽ ഈ എപ്പിസോഡുകൾ കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല, വീക്കെൻഡ് എപ്പിസോഡുകളിൽ ഒന്ന് കണ്ടു നോക്കുക. ഞാൻ പറഞ്ഞതെല്ലാം ശരിയാണോ എന്നൊന്ന് ഒന്നും കൂടെ ഒന്ന് നമ്മുടെ മനസാക്ഷിയെ ബോധിപ്പിക്കാൻ. മറ്റൊന്നുമല്ല, ഇന്ന് അവിടെ ആര്യം കിടന്നുകൊണ്ട് കാണിച്ച ആക്ട്, അതും ലാലേട്ടന്റെ മുന്നിൽ കിടന്നുകൊണ്ട് അവിടെ അനുമോള് സംസാരിക്കുമ്പോൾ അവിടുന്ന് എഴുന്നേറ്റ് വരുന്നു. ലാലേട്ടൻ അവൻ എത്രമാത്രം റെസ്പെക്ട് കൊടുക്കുന്നുണ്ടെന്ന്. ഇമ്മ്യൂണിറ്റി കൂടിയ ആളാണ്. അതുകൊണ്ട് ബിഗ് ബോസിന്റെ ഇമ്മ്യൂണിറ്റി കൂടിയ ആളായതുകൊണ്ടായിരിക്കാം ലാലേട്ടന് ഒന്നും പറയാൻ തോന്നിയില്ല. എന്നുവെച്ചാൽ അവിടുന്ന് ടിഷ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് വരുന്നു അനുമോൾ സംസാരിക്കുമ്പോൾ. അതിനുശേഷം അവിടെ പോയിരുന്നുകൊണ്ട് അനുമോൾക്കെതിരെ കോപ്രായം കാണിക്കുകയും ടിഷ്യൂ ഇങ്ങനെ അടുത്തടുത്തടുത്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നു, കൊടുക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ ലാലേട്ടൻ അവിടെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അവൻ എന്തും കാണിച്ചോട്ടെ, ഈ പറഞ്ഞ നെവിൻ, അക്ബർ, ഈ പറഞ്ഞ ആര്യൻ, ഇവരൊക്കെ എന്തോ കാണിച്ചാലും സാറൊരു നോട്ടമുണ്ട്, ഇങ്ങനെ നോക്കിയിരിക്കും. എന്നിട്ട് ഇടയ്ക്ക് ലാസ്റ്റ് അനുമോൾ സംസാരിച്ച് തീരാറായപ്പോഴത്തേക്ക് എന്താണ് ആര്യൻ, എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആര്യൻ പറയുന്നത് ഇല്ല, ഞാൻ ടിഷ്യൂ കൊടുത്തതാണ്. അപ്പൊ അനുമോൾ പറയുന്നുണ്ട് ഞാൻ കരയുന്നൊന്നും ഇല്ല, ഇതാണ് ഇവന്റെ പ്രശ്നം, ഇതെങ്ങനെയാണ് ഇവൻ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ ഒന്നും പറയുന്നില്ല. ഇങ്ങനെ ഒരു ചിരിയുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു വിഷയത്തിനാണ് അവിടെ ഷാനവാസിനെ കഴിഞ്ഞ ആഴ്ച എടുത്തിട്ട് കുറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും ഒരാൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് എന്ന് പറയുന്ന ആ ഉശിരൊന്നും ഇന്ന് കണ്ടില്ല. കഷ്ടം തന്നെ. ഇതാണ് ഞാൻ പറഞ്ഞത്, നിലപാടില്ല. നമ്മളെ കൊണ്ട് പറയിക്കുകയാണ് ഇതൊക്കെ. ലാലേട്ടൻ ചെയ്തു കൂട്ടുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അനീഷിനെ, ഷാനവാസിനെ, അനുമോളെയും എങ്ങനെ മാനസികമായി തകർക്കാം എന്നതാണ് ഈ വീക്കെൻഡ് എപ്പിസോഡ് കൊണ്ട് ഈ ഡയറക്ടർ ഉൾപ്പെടെ ഉള്ളവർ ചെയ്യുന്നത്. നമ്മൾ പല പ്രാവശ്യവും കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവർ അതിലൊക്കെയാണ് ഇവരെ കൂടുതലും ചിന്തിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു വീക്കെൻഡ് എടുത്തിട്ട് എങ്ങനെ ഇവരെ മാനസികമായിട്ട് ഇല്ലാതാക്കാം. എന്നിട്ട് അക്ബർ മോനെയും ആര്യൻ കുണുവാവയും അതുപോലെ തന്നെ ഈ പറഞ്ഞ നെവിൻ എന്ന് പറയുന്ന ആ ഒരു എന്തോ കാണിക്കുന്ന നെവിനെ തന്നെ അറിയത്തില്ല, അതിന് വേറെയൊക്കെയാ പറയേണ്ടത്, അത് പോട്ടെ. അപ്പം നെവിനെ ഒക്കെ എങ്ങനെ നമുക്കൊന്ന് വൈറ്റ് വാഷ് ചെയ്ത് എടുക്കാം എന്ന് ചിന്തിച്ച് ഒരു എപ്പിസോഡ് തയ്യാറാക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അതുപോലെയാണ് ഇന്ന് അനീഷിനോട് ചെയ്തത്. എത്ര വട്ടം നിങ്ങൾ ജയിലിൽ കിടന്നു അനീഷ് പറഞ്ഞുണ്ട്, ഞാൻ അടുപ്പിച്ച് 4 പ്രാവശ്യമായി, ടോട്ടൽ 5 എന്ന് പറയുന്നുണ്ട്. അങ്ങ് അനീഷിന് ഞങ്ങൾ ഒരു സമ്മാനം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അനീഷിനെ അവിടെ കൊണ്ടുപോകുന്നു. അനീഷ് തന്നെ അത് ഉദ്ഘാടനം ചെയ്യണം എന്ന് പറയുന്നു. എന്നിട്ട് അനീഷാണ് ഈ ജയിലിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി കാണിക്കുന്നു. അത് ആർക്കാണെങ്കിലും, ഈ പറയുന്ന ആർക്കാണെങ്കിലും അത് കാണുമ്പോൾ ഒരു സങ്കടം ഉണ്ടാകും. എന്നുവെച്ചാൽ അനീഷ് ജയിലിൽ പോയതെല്ലാം അനീഷ് ചെയ്ത തെറ്റുകൾക്ക് തന്നെയാണോ? അല്ലെങ്കിൽ അവിടെ അനീഷ് ജയിലിൽ പോയ സമയത്ത് മറ്റുള്ളവർ ജയിലിൽ പോകണമായിരുന്നല്ലോ. ഒരു ഗ്രൂപ്പിസത്തിന്റെ അണ്ടറിൽ നിന്നുകൊണ്ട് ആ ഗ്രൂപ്പിസത്തിൽ നിന്നുകൊണ്ട് തന്നെ നോമിനേറ്റ് ചെയ്യുമ്പോൾ അനീഷ് ജയിലിൽ പോകും. അങ്ങനെയാണല്ലോ മിക്ക സീസണുകളിലും സംഭവിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് മറ്റുള്ള സീസണുകളിലൊന്നും ഇത് ചെയ്തില്ല? ഇതൊരു റെക്കോർഡാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി എഴുതി വെച്ചിട്ട് ഒരു മാനസികമായി തകർക്കുന്ന രീതിയിൽ ചെയ്തതായിട്ട് എനിക്ക് തോന്നി. എന്നിട്ട് ലാലേട്ടൻ പറഞ്ഞ ഡയലോഗ് കൊണ്ട് തമാശയായിട്ട് എടുത്താൽ മതിയെന്ന്. ഇതൊക്കെയാണോ തമാശ? ലാലേട്ടൻ ഇതൊക്കെ ഒരു തമാശയായിരിക്കും. എന്താന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ മനസ്സ് വിങ്ങുന്നത് ലാലേട്ടൻ അറിയണ്ടായല്ലോ. എന്ന് വെച്ചാൽ എനിക്ക് നല്ലതുപോലെ മനസ്സിലായി, അനീഷിന്റെ മനസ്സ് അത്രമാത്രം വിങ്ങിയിട്ടുണ്ട്. ഒരാളെ എങ്ങനെ ക്രൂശിക്കാം, അല്ലെങ്കിൽ എങ്ങനെ മാനസികമായി ഇവരെയൊക്കെ തകർത്തിട്ട് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ എങ്ങനെ അകത്തേക്ക് കയറ്റാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിച്ച് എപ്പിസോഡ് തയ്യാറാക്കുന്ന സാർഗോയ്ക്ക് കൂട്ടായിട്ട് PR പണി ഏറ്റെടുത്തിരിക്കുന്ന ലാലേട്ടന്. ഇങ്ങനെ തന്നെ ഞാൻ പറയത്തുള്ളൂ. ഇനി ഇന്നത്തെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അനുമോളോട് ചോദിച്ച ഒരു ചോദ്യമാണ്, ഒരു കോയിൻ കാണാനുണ്ടല്ലോ, അത് ആരാ എടുത്തതെന്നുള്ളത്. എന്തുകൊണ്ട് ഇന്ന് ആ കോയിനെ കുറിച്ചൊന്നും സംസാരിച്ചില്ല? ആ കോയിൻ ആരാണ് എടുത്തത്? ഈ പറഞ്ഞ ഇമ്മ്യൂണിറ്റി കൂടിയ ആര്യനാണെന്ന് സോഷ്യൽ മീഡിയ മൊത്തം തെളിയിച്ചു കഴിഞ്ഞു.
ആര്യൻ ആ കോയിൻ എങ്ങോട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. എന്തുകൊണ്ട് അതിനെ പറ്റി കുറിച്ചൊരു ചർച്ചയോ അതിനെക്കുറിച്ചൊരു സംസാരമോ നടത്തിയില്ല? എന്തുകൊണ്ട് ആ കോയിൻ അവിടെ നിന്ന് എടുത്തില്ല? അതിന് ആർക്ക് പണി കൊടുക്കാൻ വെച്ചിരിക്കുകയാണ്? ഇനി അനുമോളോ ആരെങ്കിലും എപ്പോഴെങ്കിലും അതുവഴി പോകുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ അത് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഉടനെ അത് സ്ക്രാച്ച് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അവരെ ജയിലിലിടാനാണോ? ആ സ്ക്രാച്ച് ചെയ്യുന്ന ആള് ജയിലിൽ കിടക്കണം എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങനെ വല്ല പണിയും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? എന്ന് വെച്ചാൽ ആര്യമോനെ ഇമ്മ്യൂണിറ്റി കൂടിയത് കൊണ്ട് ആര്യമോനെ അകത്തിടാൻ പറ്റത്തില്ലല്ലോ. എന്തോ ആര്യനോട് ഭയങ്കര ഒരു സോഫ്റ്റ് കോർ ഉള്ള പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അക്ബറിനോട്, നെവിനോട്, നെവിൻ എന്തോ കോപ്രായങ്ങളൊക്കെ അവിടെ കാണിക്കുന്നത്. ആ കോപ്രായം കാണിപ്പിച്ചിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഒരു നാണച്ചിരിയൊക്കെ ചിരിക്കുന്ന ലാലേട്ടൻ. ലാലേട്ടൻ പറയും കോടാനുകോടി ജനങ്ങൾ കാണുന്ന ഒരു റിയാലിറ്റി ഷോ ആണ് ഇത്, കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കാണുന്ന ഒരു റിയാലിറ്റി ഷോ ആണെന്ന് പറഞ്ഞിട്ടാണ് ഈ കോപ്രായങ്ങളൊക്കെ അവരെ ഇരുത്തി കാണിക്കുന്നത്. ഞാൻ ഇതിനെ കോപ്രായം എന്ന് തന്നെ പറയത്തുള്ളൂ. സൂര്യ നമസ്കാരം എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ കാണിക്കുന്നു, എന്നിട്ട് അവിടെ നിന്നോട്ട് ചമ്മി ഒരു ചിരിയൊക്കെ ചിരിക്കുന്നു ലാലേട്ടൻ. അപ്പൊ എന്തായാലും ആ കോയിനെ കുറിച്ച് യാതൊരു സംസാരവും പിന്നെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇത് അനുമോളോ അനീഷോ ഷാനവാസോ ആരെങ്കിലും ആണ് ചെയ്തിരുന്നതെങ്കിലോ ഇന്നലെ തന്നെ അതിനെപ്പറ്റി എടുത്തിട്ട് അലക്കി അവരെ ജയിലിലും വിട്ടേനെ. ഞാൻ അടുത്ത ഓക്കെ ഇത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ജയിലിൽ പൊയ്ക്കോണം എന്ന് പറഞ്ഞ് ജയിലിലും കിടത്തിയേനെ. ശരിയല്ലേ? അപ്പം ആര്യനോട് പ്രത്യേക താല്പര്യം, പ്രത്യേകിച്ച് ഈ ബിഗ് ബോസിലുള്ള നമുക്ക് ഈ ബിഗ് ബോസിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? കുറച്ച് സ്പോൺസർമാര് അവരുടെ കുറച്ച് ആൾക്കാരെ കയറ്റിവിടും, ഡയറക്ടർ അവരുടെ കുറച്ച് ആൾക്കാരെ കയറ്റിവിടും, അവിടുത്തെ ക്രൂ മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടവരെ കുറച്ചുപേരെ അകത്ത് കയറ്റി വിടുകയും അവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ, മിക്ക സീസണുകളിലും കണ്ടിട്ടുള്ളതാണ്, അവർക്ക് വേണ്ടി മറ്റുള്ളവരെ ക്രൂശിക്കുക. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും അറിയാം ശോഭ കയറിയത് എങ്ങനെയാണ്? മാരാറിന്റെ സീസണിൽ ശോഭ എങ്ങനെയാണ് അവിടെ നിന്നുകൊണ്ടിരുന്നത്? ശോഭ ഇതുപോലെ തന്നെ അവിടെ ആരോ ഒരു ക്രൂ മെമ്പേഴ്സിന്റെ ആളായിരുന്നു, അവിടെ പിടിച്ചു നിർത്തി ലാസ്റ്റ് വരെ ടോപ്പ് 5 വരെ നിർത്തും. അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതെന്ത് റിയാലിറ്റി ഷോ ആണ്? ഞാൻ ചോദിക്കുന്നത്, ഇവർക്കെല്ലാം വേണ്ടപ്പെട്ടവരെ അകത്തോട്ട് കയറ്റി അതിന് കുറച്ചു പേരെ മാത്രം വെളിയിൽ നിന്ന് ഒന്നും അറിയാത്ത കുറച്ചു പേരെ എടുത്ത് അകത്തോട്ട് ഇട്ടിട്ട് ഇവർക്ക് ക്രൂശിക്കാൻ ഇട്ട് കൊടുക്കുക. ഇതാണോ റിയാലിറ്റി ഷോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉറപ്പായിട്ടും ഇതിന്റെ ട്രസ്റ്റ് നമുക്ക് ഓരോ ദിവസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ സീസൺ തന്നെ എടുത്തോളൂ. അക്ബറിനോട് മാത്രം പ്രത്യേക താല്പര്യം, ആര്യനോട് പ്രത്യേക താല്പര്യം. എന്താണിത്? ജിസേൽ ഉണ്ടായിരുന്നപ്പോൾ ജിസേലിനോട് പ്രത്യേക താല്പര്യം. ആര്യനെ വെളുപ്പിക്കാൻ വേണ്ടിയാണല്ലോ ജിസേലിനെ പുറത്തു വിട്ടത്. അതുപോലെ തന്നെ ആര്യൻ അവിടെ അനുമോളെ ടച്ച് ചെയ്യുന്നു, ഡബിൾ മീനിങ് സംസാരിക്കുന്നു, നെവിൻ ടച്ച് ചെയ്യുന്നു, അവിടെ ബീൻ ബാഗിൽ ഇരുന്നുകൊണ്ട് അക്ബർ വായി വരുന്ന തോന്നിയവാസങ്ങളെല്ലാം വിളിച്ചു പറയുന്നു, കോമഡി പാട്ട് ഉണ്ടാക്കുന്നു. ഇതൊന്നും ചോദിക്കാനില്ലേ? ഇതിനെക്കുറിച്ച് ആദ്യം 1-2 പ്രാവശ്യമൊക്കെ കോമഡി പാട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് രസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു സ്ഥിരമാക്കി മാറ്റിയിരിക്കുകയാണല്ലോ. അപ്പം ഇവർക്ക് അവിടെ എന്തും ചെയ്യാം. പക്ഷെ അനുമോളോ കിച്ചണിൽ ഒരു ദോശ ഉണ്ടാക്കിയാലോ അല്ലെങ്കിൽ ഒരു ഉള്ളിക്കറി, ചെറിയ ചെറിയ ഉള്ളി പ്രശ്നം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അനുമോളെ എടുത്തിട്ട് കുറയും. അതുപോലെ അനീഷ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അനീഷിനെ എടുത്തിട്ട് കുറയുന്നു. ഷാനവാസ് ഒന്ന് മിണ്ടി വായിന്ന് എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച മൊത്തവും ഷാനവാസിന്റെ പുറകിലാണ് ആ വീക്കെൻഡ് എപ്പിസോഡ് മൊത്തവും. എന്തുകൊണ്ടാണ് ഈ ആര്യനും അക്ബറും ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ എടുത്ത് കാണിക്കാത്തത്? നമ്മളെല്ലാവരും ഫസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡ് മുതൽ ഇതുവരെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് എപ്പിസോഡ് മുതൽ ഇതുവരെ നമ്മൾ ലൈവ് ഉൾപ്പെടെ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എവിടെയാണ് ഈ ആര്യനെയും അക്ബറിനെയും പ്രൊട്ടക്ട് ചെയ്യാതിരുന്നത്? മിക്ക കാര്യങ്ങളിലും 100-ൽ 99% കാര്യങ്ങളിലും അവർ ചെയ്യുന്ന തെറ്റുകളിലും നിങ്ങൾ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങൾക്കൊരു വിചാരമുണ്ട് ഈ കാണുന്നവരെല്ലാം വിഡ്ഢികളാണ്, ഞങ്ങൾ വെളുപ്പിച്ചാൽ വെളുക്കാവുന്നവരേ ഉള്ളൂ. അതാണല്ലോ ഇന്ന് കാണിച്ചത്. ഇന്ന് കാറിൽ കയറ്റിക്കൊണ്ട് അക്ബറിനെ വെളിയിലേക്ക് കൊണ്ടുപോയി. ഏത് സീസണിലാണ് ഇങ്ങനെ വെളിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്? വെളിയിൽ പോകുന്ന ആൾ ഔട്ടായി എന്നുള്ളതാണ്. എന്തിനാണ് സാധാരണ നമ്മൾ കണ്ടുള്ളത്? എന്താണ്? കാർ അവിടെ ഇട്ട് 2 കറക്ക് കറക്കും, എന്നിട്ട് എവിക്റ്റ് ആകുന്ന ആളുടെ കാറ് വെളിയിലേക്ക് പോകും. അത് ഓക്കെ. ഇതെന്തിനാണ് വെളിയിലേക്ക് കൊണ്ടുപോയത്? വെളിയിലേക്ക് കൊണ്ടുപോയിട്ട് പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് അനുമോൾക്കെതിരെ ഇനി ഗെയിം കളിക്കരുത്, അല്ലെങ്കിൽ അനുമോളോട് ഇങ്ങനെ പെരുമാറണം, അനുമോളെ ടാർഗറ്റ് ചെയ്യണം, എന്താണ് നിങ്ങൾ പറഞ്ഞു കൊടുത്തത്? അല്ലെങ്കിൽ അനീഷിനെ ടാർഗറ്റ് ചെയ്യണം, ഷാനവാസിനെ ടാർഗറ്റ് ചെയ്യണം, എന്താണ് നിങ്ങൾ പറഞ്ഞു കൊടുത്തത്? അതിനുശേഷം അക്ബർ അവിടെ കയറി വന്നതിന് നിങ്ങൾ ഒന്നും കൂടെ ഹോട്ട്സ്റ്റാറിൽ കയറി നോക്കുക. ആ അക്ബർ കയറി വന്നു കഴിഞ്ഞതിന് ശേഷം അക്ബറിന് അവിടുന്ന് രക്ഷപ്പെട്ടു വന്ന, അല്ലെങ്കിൽ അവിടെ എവിക്റ്റായി പോയി എന്ന് കരുതിയിട്ട് പിന്നെ തിരിച്ചു വന്ന ഒരാളെ പോലെയാണോ അക്ബർ അവിടെ നിന്നത്? അക്ബറിന്റെ മുഖത്ത് എവിക്റ്റായിട്ട് ഞാൻ എവിക്റ്റ് ആയില്ല എന്നുള്ള പറഞ്ഞ ഒരു ഇതുണ്ടാവുമല്ലോ. അല്ലാത്തവർക്ക് നമ്മളെല്ലാരെയും കണ്ടിട്ടുണ്ട്, ഞാൻ എവിക്റ്റ് ആയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകാറുണ്ട്, ഒരു മനസ്സിനൊരു സന്തോഷം ഉണ്ടാകാറുണ്ട്. ആ സന്തോഷം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? കണ്ടില്ല. എന്താ വെച്ചാൽ വെളിയിൽ പോയി എല്ലാം സെറ്റ് ചെയ്തിട്ട് അകത്തോട്ട് വരുന്ന ആൾക്കറിയാം ഞാൻ സേഫ് ആയി എന്നുള്ളത്. ആ സേഫായ ആൾക്ക് അവിടെ വന്നിട്ട് നെവിനെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നു എന്നുള്ളതല്ലാതെ അവിടെ എന്തെങ്കിലും ഒരു വിഷമം നിങ്ങൾ മുഖത്ത് കണ്ടോ? അതിനുശേഷം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിന്റെ സ്റ്റോർ റൂമിൽ ഇരിപ്പോണ്ട് പോയി എടുത്ത് വായിക്കൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മാരുതി പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങൾ ഒരു തിരിച്ചുവരവ് നിങ്ങൾക്ക് വേണ്ടതാണ്, നിങ്ങൾ രാജകീയ തിരിച്ചുവരവാണെന്നുള്ളത്. എവിടാണ് രാജകീയമായ തിരിച്ചുവരവ്? എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് രാജകീയമായിട്ട് കയറ്റിവിട്ടതോ? അപ്പൊ ഈ കാണുന്ന ആൾക്കാരൊന്നും മണ്ടന്മാരല്ല. നിങ്ങൾ മണ്ടന്മാരായിട്ട് കാണുകയും വേണ്ട. കാരണം മറ്റൊന്നുമല്ല, ഇപ്പൊ ഏകദേശം ബിഗ് ബോസിനെ കുറിച്ച് എല്ലാവർക്കും ഒരു ധാരണയൊക്കെ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്.
അതുപോലെ ഈ സർഗോ എന്ന് പറയുന്ന ആളുമായിട്ട് ഈ പറയുന്ന അക്ബറിനുള്ള ബന്ധം അത്രമാത്രം അവർ ഇന്റിമേറ്റ് ആണ്, അവർ അത്രമാത്രം അടുത്ത ആൾക്കാരാണ്. ഇനിയെങ്കിലും ബിഗ് ബോസിനോട് പറയാനുള്ളത്, അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാറിൽ ഇത് ഹോസ്റ്റ് ചെയ്യുന്ന ഹോട്ട്സ്റ്റാറിനോട് പറയാനുള്ളത്, അല്ലെങ്കിൽ എൻഡമോൾ ഷൈൻ എന്ന കമ്പനിയോട് പറയാനുള്ളത്, ഞങ്ങൾ എല്ലാവരും ഇത് കാണുന്ന ആൾക്കാരാണ്. നിങ്ങൾ ഞങ്ങളെ ഒന്നും ഇങ്ങനെ വിഡ്ഢികളാക്കാൻ നോക്കണ്ട. ഞങ്ങൾ അതിനെ നിന്ന് വരുത്തുമില്ല. കാരണം മറ്റൊന്നുമില്ല, നിങ്ങൾ എന്തിനാണ് ഈ ഡയറക്ടർക്ക് വേണ്ടപ്പെട്ടവരെയും ക്രൂ മെമ്പേഴ്സിന് വേണ്ടപ്പെട്ടവരെയും റെക്കമെൻഡേഷൻ ഉള്ളവരെയും ഒക്കെ നിങ്ങൾ എന്തിനാണ് ഈ അകത്തെടുത്തിടുന്നത്? അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഈ പുലിക്കൂട്ടത്തിനിടയിൽ ഒരാട്ടുംകുട്ടി ഇട്ട് കൊടുത്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് പോലെ കുറച്ചു പേരെ പറ്റി ഇവർക്കിടയിലേക്ക് ഇട്ട് കൊടുക്കുകയും അവർക്ക് തേജോവധം ചെയ്യാൻ വേണ്ടി അവരെ ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നത്. ഫെയർ ആണെങ്കിൽ ഫെയർ ആയിട്ട് തന്നെ നിങ്ങളും ഗെയിം കളിക്കൂ. നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഫെയർ ആയിട്ട് വോട്ട് ചെയ്യൂ, നിങ്ങൾ കറക്റ്റ് ആയിട്ട് വോട്ട് ചെയ്യൂ എന്നുള്ളത്. ജനങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് തന്നെയാണ് വോട്ട് ചെയ്യുന്നത്. നിങ്ങൾ എത്രമാത്രം ഒരാളെ വെളുപ്പിക്കാൻ നോക്കിയാലും അങ്ങനെ വെളുക്കത്തില്ല. നിങ്ങൾ ഇനി എത്ര ശ്രമിച്ചാലും അത് നടക്കത്തില്ല. ഇനിയിപ്പോ 2 ആഴ്ച കൂടിയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഗെയിം ഇനി 2 ആഴ്ച കൂടിയേ ഉള്ളൂ. ആ 2 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും ദിവസത്തെ ഇതെല്ലാം കളഞ്ഞിട്ട് ഈ പറയുന്നവരെ വെളുപ്പിക്കാമെന്നാണോ നിങ്ങൾ ഇരിക്കുന്നത്? ഒരിക്കലും ഇല്ല. ഈ സീസൺ എന്തായാലും പരാജയമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ സീസൺ എന്തായാലും ഈ ഉദ്ദേശിച്ച വിജയമൊന്നുമല്ല. അപ്പം ഇനിയെങ്കിലും ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള റെക്കമെൻഡേഷൻ വരി വരുന്നവരെയും ഇന്ന ആള് പറഞ്ഞിട്ടാണ് എടുക്കുന്നത് എന്നുള്ളവരെ ഒന്നും എടുക്കാതിരിക്കാൻ നിങ്ങൾ കൂടുതൽ ശ്രമിക്കുക. അല്ലെ കുടുംബക്കാരെ ഒന്നും എടുക്കാതിരിക്കുക. ഈ പറയുന്ന പോലെ ഡയറക്ടറുടെ സ്വന്തക്കാരെയും ബന്ധക്കാരെയും അല്ലെങ്കിൽ ചേട്ടന്റെ മക്കളെയും അല്ലെങ്കിൽ കൂട്ടുകാരെയും അതുപോലെ തന്നെ പലരുടെയും ക്രൂ മെമ്പേഴ്സിന്റെ ആയിക്കോട്ടെ, അവിടുത്തെ എഡിറ്റർമാരുടെ ആയിക്കോട്ടെ, ആരുടെ ആയിക്കോട്ടെ, ഇവരെ ഒന്നും ഉൾപ്പെടുത്താതെ നിങ്ങൾ ശരിക്കും ഒരു ഷോ നടത്തൂ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്നതാണ്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയത്തെ 2 ആഴ്ച കൊണ്ട് ഈ അക്ബറിനെ ആര്യനെയും വെളുപ്പിക്കാനുള്ള ഗെയിം നിങ്ങൾ കൊടുക്കുമെന്ന് ഞങ്ങൾക്കറിയാം. 100% അറിയാം. ഈ പറയുന്ന അനുമോളെയും ഷാനവാസിനെയും അനീഷിനെയും നെഗറ്റീവ് ആക്കാൻ പോകുന്ന ഗെയിമുകളെ ഇനി മുന്നോട്ട് കൊടുക്കൂ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരുടെ ഫാൻസ് ആയിക്കോട്ടെ, അനീഷിന്റെ ഫാൻസ് ആയിക്കോട്ടെ, ഷാനവാസിന്റെ ഫാൻസ് ആയിക്കോട്ടെ, അനുമോളുടെ ഫാൻസ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നിങ്ങൾ തമ്മിൽ തല്ലാതിരിക്കുക. നിങ്ങൾ തമ്മിൽ തല്ലുമ്പോൾ നിങ്ങളെ തമ്മിൽ തല്ലിച്ചിട്ട് അവിടെ അതിന്റെ ഒരു വിഹിതം പറ്റാനിരിക്കുന്ന ആൾക്കാർ അപ്പുറത്തുണ്ട് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നിങ്ങൾ തല്ലുമ്പോൾ അവിടെ വേറൊരാൾക്കത് വളമാകും. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ ബി ഇനിയുള്ള സമയങ്ങളിൽ മുന്നോട്ട് ഇങ്ങനെയുള്ള ഗെയിമുകൾ മാത്രമേ കൊടുക്കത്തുള്ളൂ. ഇനി എന്തായാലും 2 ആഴ്ച കൂടിയേ ഉള്ളൂ. ഈ 2 ആഴ്ച കൊണ്ട് എന്തായാലും ഇവർ മാക്സിമം നെഗറ്റീവ് ആക്കാനേ ശ്രമിക്കത്തുള്ളൂ. ബുദ്ധിപൂർവ്വം നിങ്ങൾ കളിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ. വോട്ട് ചെയ്യുന്നവർ ബുദ്ധിപൂർവ്വം വോട്ട് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്നാൽ ഈ കളികളെല്ലാം ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഇത്രയും കളിക്കാൻ അറിയാവുന്നവരാണെങ്കിൽ ഇതിൽ കൂടുതൽ കളികൾ ഇനി നമുക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങനെ ഒരു എവിക്ഷൻ പ്രക്രിയ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും വെളിയിലോട്ട് കൊണ്ടുപോവുക, 2 പേരെ വെളിയിലോട്ട് കൊണ്ടുപോവുക, ഒരാളെ തിരിച്ചു കയറ്റി വിടുക, അതും കാറിലേക്ക് കൊണ്ടുപോകുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് കയറ്റി വിടുന്നു. അതിനുശേഷം അക്ബറും ആര്യനും കൂടെ അവിടെ സംസാരിക്കുന്നു. നെവിൻ വന്ന് പറയുന്നു അനുമോൾ വന്ന് എന്നോട് സോറി പറഞ്ഞു എന്നുള്ളത്. അപ്പൊ ആര്യനും അതുപോലെ തന്നെ അക്ബറും പറയുന്നുണ്ട് എന്നോടും സോറി പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. സാധാരണ അക്ബർ അങ്ങനെയല്ല, സോറി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിന്റെ കൂടെ എന്തെങ്കിലും അനുമോളെ കുറിച്ച് പറയുന്നതാണ്. അതിനുശേഷം ഒന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അക്ബർ അത് കഴിഞ്ഞ ശേഷം ലൈവ് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, അക്ബർ അവിടെ ഇരിക്കുന്ന ഇരിപ്പും സംസാര രീതികളും എല്ലാം കണ്ടാൽ തന്നെ അറിയാം എന്തോ അറിഞ്ഞിട്ട് വന്ന് അവിടെ ഇരിക്കുകയാണ് എന്നുള്ളത്. അത് നിങ്ങൾ ശരിക്കും ഇനിയുള്ള എപ്പിസോഡുകളും ഇനിയുള്ള ലൈവുകളും നിങ്ങൾ മുന്നോട്ട് കാണും തോറും നിങ്ങൾക്ക് ഈ പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ദോഷ വിഷയം, അവിടെ ഒരു ദോഷ വിഷയം ഉണ്ടായി. നെവിനാണെങ്കിൽ അത് എങ്ങനെയാണ് ആ ദോഷ വിഷയം ഉണ്ടായത്, അതിൽ ആരാണ് നിരപരാധി? നമുക്ക് എല്ലാവർക്കും ലൈവ് കണ്ടവർക്കറിയാം, അനുമോളാണ് അവിടെ നിരപരാധി. അനുമോളെ കൊണ്ട് ഇവര് ഫുഡ് ഉണ്ടാക്കിപ്പിച്ചതിന് ശേഷം വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കടലമാവ് എടുത്ത് ഫുഡ് ഉണ്ടായിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ക്യാപ്റ്റൻ ഉൾപ്പെടെ അവിടെ നിൽപ്പുണ്ട്. ഇന്ന് ലാലേട്ടൻ അത് പറയുകയും ചെയ്തു. ക്യാപ്റ്റനും സമ്മതിക്കുന്നുണ്ട്. ഞാനൊന്നും മിണ്ടിയില്ല, എനിക്കൊരു മനസാക്ഷി ഉള്ളത് കൊണ്ട് അങ്ങ് ചെയ്തോട്ടെ എന്ന് ഞാൻ വിചാരിച്ചെന്ന്. പക്ഷെ ഇതൊന്നുമല്ല അന്നവിടെ വിഷയം ഉണ്ടായപ്പോൾ ഈ പറഞ്ഞ ക്യാപ്റ്റൻ ഉൾപ്പെടെ പറഞ്ഞത് ഞാനൊന്നും അറിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. ഈ പറഞ്ഞ സാവുമാൻ പറഞ്ഞത് ഞാനിതൊന്നും അറിഞ്ഞിട്ടേ ഇല്ലെന്നാണ്. അകത്ത് കൊണ്ടുപോയി ആദിലാനൂറയ്ക്ക് ഫുഡ് കൊടുക്കാൻ കൊണ്ടുപോകുമ്പോഴത്തേക്ക്, ദോശയും കൊണ്ട് പോകുമ്പോഴത്തേക്ക് അവിടെ പോയിരുന്ന് അവരെ കൂടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞ അനുമോള് പോകുമ്പോഴത്തേക്ക് ഈ പറയുന്ന നെവിനാണ് അവിടെ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. നീ ഒറ്റയ്ക്കിരുന്ന് കഴിക്കണ്ട, എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിരുന്ന് എനിക്ക് വിശക്കുന്നു. ഇവനാണ് ഈ ഫുഡ് കണ്ടു കഴിഞ്ഞാൽ വേറൊരു മൈൻഡാണ്. ഇവന് ഫുഡിൽ ആരോ കൈവശം കൊടുത്ത പോലെയാണ്. ഏത് ഫുഡ് കണ്ടാലും അവിടെ വളർന്നടിച്ച് വീഴും. എന്നിട്ട് അവനവിടെ കാണിച്ച കോപ്രായങ്ങളെല്ലാം നമ്മൾ കണ്ടതല്ലേ. അനുമോളെ പിടിക്കാൻ പോകുന്നു, അനുമോളെ വട്ടം ചുറ്റി നിൽക്കുന്നു. അവസാനം ഇവന്റെ ശല്യം സഹിക്കാതെ വന്നപ്പം ഞാൻ ഇവന് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് 2 ദോശ എടുത്ത് കഴിച്ചു. പക്ഷെ അവിടെ ലാലേട്ടൻ ഒരു വാക്കുകളെ പറയുന്നുള്ളൂ. എല്ലാം ചെയ്തു കൊടുത്തതിന് ശേഷം എല്ലാം ഈ പറയുന്ന അനുമോളുടെ തലയിലിട്ടു എന്ന് അവിടെ ബോധിപ്പിക്കുന്നുണ്ട്. അതെന്തോ അബദ്ധത്തിൽ പറഞ്ഞു പോയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അബദ്ധം പറ്റിപ്പോയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്നിട്ട് അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അനുമോൾ എന്നാൽ അവിടെ കാണിച്ചത് ഒരു ശരിയോ തെറ്റോ ഇതൊന്നും അവിടെ പറയുന്നില്ല. അപ്പോൾ അവിടെ അക്ബർ പറയുന്നുണ്ട്, ലാലേട്ട ഞങ്ങൾക്ക് ഉപകാരം ചെയ്തു എന്ന് പറഞ്ഞാലും
പറയേണ്ട തെറ്റുകൾ കണ്ടാൽ നമ്മൾ പറയണ്ടേ എന്നുള്ളത്. ഇതിനുശേഷം ഈ പറയുന്ന അക്ബറും നെവിനും ആരിനും കൂടി സംസാരിക്കുന്നുണ്ട്, ഞങ്ങളുടെ പ്ലാനായിരുന്നു, ഞങ്ങളുടെ പ്ലാനിൽ വീണ് പോയതാണ് അനുമോളെന്ന്. എന്തുകൊണ്ട് ആ വീഡിയോ എടുത്ത് കാണിച്ചില്ല? എല്ലാ വീഡിയോസും എടുത്ത് കാണിക്കുന്ന ലാലേട്ടൻ എന്തുകൊണ്ട് ആ വീഡിയോ കാണിച്ചില്ല? അപ്പൊ അവിടെയും അക്ബറിനെ മിനുക്കുമല്ലായിരുന്നോ? ഈ പറഞ്ഞ ആര്യനെയും മിനുക്കുമല്ലായിരുന്നോ? നെവിനെയും അതുപോലെ തന്നെ. അപ്പൊ ഇവരുടെ പ്ലാനിങ് ഒന്നും വീട്ടിലുള്ളവർ അറിയണ്ട എന്നുള്ളതാണോ? അത് കാണിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ അവിടെ ഉള്ളവർക്ക് വ്യക്തമായ കാര്യം മനസ്സിലായേനെ. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരാളെ നിങ്ങൾക്ക്, അല്ലെ ഒന്നോ രണ്ടോ പേരെ നിങ്ങൾക്ക് ടോപ്പ് 5ലേക്ക് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ കാണിക്കുന്ന പൊറോട്ട് നാടകമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും മൂളമുള്ളവർക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഫാനിസത്തിന്റെ പേരിൽ നിങ്ങൾക്കിനി ഫൈറ്റ് ചെയ്യാനുള്ള സമയമല്ല ഇത്. എന്നുവെച്ചാൽ ഈ ഫാൻസുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന ആ തർക്കത്തിനിടയിൽ ഗോൾ അടിക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്ന മറ്റൊരു ടീമിനെ അപ്പുറത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് നല്ലൊരു പിന്തുണ ഈ പറയുന്ന ബിഗ് ബോസിനകത്തുനിന്ന് തന്നെ കിട്ടുന്നുമുണ്ട്. അപ്പം ആ ഒരു ചതിയില് ആരും വീഴാതിരിക്കുക, നോക്കിയും കണ്ടും എല്ലാം വോട്ട് ചെയ്യുക. എത്രയോ വിഷയങ്ങൾ ഈ പറഞ്ഞ അക്ബറിനെ കുറിച്ചും ആര്യനെ കുറിച്ചും നെവിനെ കുറിച്ചും ഒക്കെ അവിടെ പറയാനുണ്ടായിരുന്നു. വീക്കെൻഡ് എപ്പിസോഡിൽ വരുമ്പോൾ നമ്മൾ ഇതെല്ലാം പ്രതീക്ഷിച്ചിരുന്നതാണ്, ഇതെല്ലാം ചോദിക്കുമെന്ന്. എന്തെങ്കിലും ഒരെണ്ണം ശരിയായ രീതിയിൽ ചോദിച്ചോ? അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് വന്ന തെറ്റ് എന്തെങ്കിലും ഒരെണ്ണം ചൂണ്ടിക്കാട്ടിയോ? ഒന്നും ചെയ്തില്ല. അപ്പൊ ഇനിയുള്ള വീക്കെൻഡ് എപ്പിസോഡുകളിലും ഇനിയുള്ള എപ്പിസോഡുകളിലെല്ലാം ഇത് തന്നെ പ്രതീക്ഷിച്ചാൽ മതി. കാരണം മറ്റൊന്നുമല്ല, ഈ പറയുന്ന 3 പേര്, അനുമോളും ഷാനവാസും അനീഷും, ഇവർ തെറ്റ് ചെയ്താൽ മാത്രം എടുത്തിട്ട് കുടയുന്ന വീക്കെൻഡ് എപ്പിസോഡുകൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ മറ്റുള്ളവർ ഇനിയും ചെയ്താലും അവരെ ഒരു തലോടി വിടുന്ന ഒരു വീക്കെൻഡ് എപ്പിസോഡും നമുക്ക് കാണാം. വൻകളികളാണ് നടക്കുന്നത്. എന്തായാലും എല്ലാവരും ബുദ്ധിപൂർവ്വം ചിന്തിച്ച് മനസ്സിലാക്കി വോട്ടൊക്കെ ചെയ്യുക. ഇപ്പൊ തന്നെ നമുക്കറിയാം ഫാനിസത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ഈ 3 പേർക്കാണ്. പറയുന്ന അനീഷിനും ഷാനവാസിനും അനുമോൾക്കുമാണ്. നിങ്ങൾ തമ്മിൽ തല്ലിയാൽ അതിനിടയ്ക്ക് വന്ന് ഗോൾ അടിക്കുന്നത് ആരാണെന്നുള്ളത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് ബുദ്ധിപൂർവ്വമൊക്കെ നീങ്ങുക. ബി ബി കളിക്കുന്നത് ഈ 3 പേർക്കെതിരെയാണ്. അത് നമുക്ക് വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ അത് മനസ്സിലാക്കി എല്ലാം മുന്നോട്ട് പോവുക. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.